ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നീക്കമെന്ന പ്രചരണത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യം. സർക്കാരിന്റെ പരിഗണനയിൽ പോലും ഇല്ലാത്ത വിഷയമുയർത്തിയാണ് പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രചരണം നടത്തുന്നത്. ഒരു വർഷം മുൻപ് തയ്യാറാക്കിയ പട്ടികയുടെ പേരിലാണ് മാധ്യമങ്ങൾ കള്ളക്കണം മെനഞ്ഞതെന്നാണ് വസ്തുത. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ശിക്ഷയിളവ് നൽകാൻ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ TP കേസിലെ പ്രതികളായ TK രജീഷ്, മുഹമ്മദ് ഷാഫി, സിജിത്ത് എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളുടെ പ്രചരണം. പ്രതിപക്ഷവും ഇത് ഏറ്റെടുത്തു. ശിക്ഷയിളവ് നൽകരുതെന്ന ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് പ്രതികളെ വിട്ടയക്കാൻ നീക്കമെന്നാണ് വ്യാപകമായ പ്രചരണം. എന്നാൽ ഒരു വർഷം മുമ്പ് തയ്യാറാക്കിയ പട്ടികയുടെ പേരിലാണ് മാധ്യമങ്ങൾ കള്ളക്കഥ പടച്ചുണ്ടാക്കിയതെന്നാണ് വസ്തുത. ആസാദി കാ അമൃത് പദ്ധതിയുടെ ഭാഗമായി തടവുകാർക്ക് ശിക്ഷയിളവ് നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതിന് അർഹരായവരുടെ പട്ടിക നൽകാൻ 2022 ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2023 ജനുവരിയിൽ 368 തടവുകാരുടെ വിവരങ്ങൾ നൽകി. മാനദണ്ഡപ്രകാരം TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഈ ജൂൺ 30 അടിസ്ഥാനമാക്കി വിട്ടയച്ചവരെയും ജയിൽ മാറ്റി പാർപ്പിച്ചവരെയും ഒഴിവാക്കി പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ട് ജഡ്ജിമെന്റ് ഉൾപ്പെടെ സമർപ്പിക്കാൻ കഴിഞ്ഞ 6-ന് നിർദ്ദേശം നൽകി. പുതുക്കിയ പട്ടിക പ്രകാരം 188 തടവുകാരുടെ പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ ലഭ്യമായ ശേഷം വിശദ പരിശോധന നടത്തി കോടതി ഉത്തരവുകളും സർക്കാർ ഉത്തരവിലെ മാനദണ്ഡങ്ങളും പ്രകാരം ശുദ്ധീകരിച്ച പട്ടികയാവും അന്തിമ പട്ടിക തയ്യാറാക്കുക. TP കേസിലെ പ്രതികളുടെ ശിക്ഷ ഉയർത്തിയുള്ള ഉത്തരവ് വന്നത് 2024 ഫെബ്രുവരിയിലാണ്. ഈ സാഹചര്യത്തിൽ പ്രതികളുടെ പേര് ഒഴിവാക്കിയുള്ളതാണ് പുതിയ പട്ടിക. ഇക്കാര്യം മറച്ചുവെച്ചുള്ള പ്രചരണമാണ് മാധ്യമ സഹായത്തോടെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.